ഹായ് ഫ്രണ്ട്സ്, ഷാജൂസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു കറി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. പള്ളത്തി കറി. പുഴ മത്സ്യമാണ്, നല്ല ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്, എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. അതുണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ്. എല്ലാവർക്കും സ്വാഗതം. കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ 1/2 കിലോ പള്ളത്തി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കൊല്ലമുളക് ഇടിച്ച് പൊടിച്ചതാണ്, മഞ്ഞൾപ്പൊടി, തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, ഉള്ളി, ഉപ്പുണ്ട്, വെളിച്ചെണ്ണ, കറിവേപ്പില. വേണമെങ്കിൽ കളറിന് വേണമെങ്കിൽ ഇടാനായിട്ട് കുറച്ച് മുളക് പൊടി റെഡിയാക്കിയിട്ടുണ്ട്. ഇതൊക്കെയാണ് ഈ കറിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ. ഗ്യാസ് കത്തിക്കണേണ്. കറിച്ചട്ടി മൺചട്ടിയിൽ വെക്കുക എന്ന് പറഞ്ഞൊരു ടേസ്റ്റാണല്ലോ. ചട്ടി ഇവിടെ ഉണ്ട്, വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ അതിലോട്ട് ഇഞ്ചി ഇടണം. വെളിച്ചെണ്ണ ചൂടായില്ല. അതോടൊപ്പം കുറച്ച് വെളുത്തുള്ളി, ഉള്ളി ഇടേണ്ട. ഉള്ളി ചതച്ച് വെച്ച ഉള്ളിയാണ്, ഞാനെല്ലാം ചതച്ചാണ് എടുത്തേക്കണേ. ചതച്ച് ഇതൊന്ന് നോക്കണം. അതിൻ്റെ കൂടെ തന്നെ ചതച്ച് വെച്ചേക്കണം പച്ചമുളകും ഉണ്ട്. ഞാൻ ഇച്ചിരി എരിവൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എരിവ് എന്തെങ്കിലും വേണമെന്ന് വെച്ചാൽ കുറക്കണമെങ്കിൽ കുറക്കാം. ഞാനൊരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 4 അല്ലി 5 അല്ലി വെളുത്തുള്ളി. ഇതൊന്ന് മൂക്കണം. ഇത് പെട്ടെന്ന് മൂക്കാനായിട്ട് നമ്മൾ ഇച്ചിരി ഉപ്പ് ആഡ് ചെയ്യാം. ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഇടാം. വേപ്പിലയും കൂടി ആഡ് ചെയ്യണം കേട്ടോ. വേപ്പില വീട്ടിലുള്ള കാരണം കുഴപ്പമില്ല, വിഷമില്ലാത്ത വേപ്പില ഉണ്ട്. ഇനി നമുക്കതിലോട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം, ഒരു 1/4 ടീസ്പൂൺ. ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. പള്ളത്തി ഞങ്ങൾക്കിവിടെ ആവശ്യമായിട്ട് കിട്ടും. ഇവിടെ ഒരു ഫേമസ് മാർക്കറ്റ് ഉണ്ട്, വരാപ്പുഴ ചെട്ടിഭാഗം മാർക്കറ്റ് എന്ന് പറയും. അതിലോട്ട് ചതച്ച മുളക് പൊടി ഇടണം. ഇതാണ് ഇതിൻ്റെ മെയിൻ. ഇത് 2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇത് മൂപ്പിക്കുക. ഇനി പുളിക്ക് വേണ്ടിയിട്ട് ഇച്ചിരി വിനാഗിരി ഒഴിക്കണം. വിനാഗിരി നേരത്തെ പറഞ്ഞില്ല, അത് വിട്ടുപോയതാണ്. വിനാഗിരി ഒന്ന് മൂത്ത് കഴിയുമ്പോൾ തന്നെ തക്കാളി ആഡ് ചെയ്യണം. 2 തക്കാളി ഉണ്ട്, 2 തക്കാളി ആഡ് ചെയ്യണം. ഈ തക്കാളി വഴണ വരെ ഇതിൽ കുറച്ച് കളറിന് വേണ്ടിയിട്ട് ഒരു 1/2 സ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട്, കളറിന് വേണ്ടി മാത്രം. ഇത്ര സാധനങ്ങൾ ഇതിൽ ഇടുള്ളൂ.
ഇനി വെള്ളം ഒഴിക്കും. വേറെ മല്ലിപ്പൊടിയോ ഉലുവ ഒന്നും ചേർക്കില്ല. വെള്ളത്തിൽ തിളപ്പിച്ചത്. എറണാകുളം ജില്ലയിലെ ഫേമസ്, എറണാകുളം ജില്ലയിലെന്നല്ല കേരളത്തിലൊരു ഫേമസ് മാർക്കറ്റാണ് വരാപ്പുഴ. ആ മാർക്കറ്റിൽ പോയാൽ പിടക്കണ വെള്ളത്തിൽ കിട്ടും, കരിമീൻ കിട്ടും, പുഴമീൻ്റെ ഒരു മെയിൻ ചെമ്മീൻ എല്ലാം കിട്ടും. അവിടെ നിന്ന് മിക്കപ്പോഴും പോയാൽ കാലത്ത് പോയി കഴിഞ്ഞാൽ വെള്ളത്തിൽ കിട്ടും. ഇനി ഞാനിപ്പോൾ പോയാണെങ്കിലും അവിടെ നിന്ന് വെള്ളത്തിൽ മേടിക്കാറുണ്ട്. പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടെങ്കിൽ അത് നന്നാക്കി എടുക്കാനാണ് പണി. വീട്ടുകാരത്തി ബുദ്ധിമുട്ടാണ്, ഭയങ്കര ഇതാണ് മേടിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ. കാരണം വെള്ളത്തിൽ ക്ലീൻ ചെയ്ത് ഒരിടത്തും കിട്ടില്ല. ഇപ്പോൾ കരിമീൻ അവിടെ നിന്നൊക്കെ മറ്റുള്ള മീനുകളൊക്കെ ആണെങ്കിൽ ക്ലീൻ ചെയ്ത് കിട്ടും. വെള്ളത്തിൽ നമ്മൾ തന്നെ ക്ലീൻ ചെയ്യണം, കഷ്ടപ്പെടണം. കഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റല്ലേ, നല്ല രുചിയാണ് ചോറിൻ്റെ കൂടെ കഴിക്കുക. വറുത്താലും അടിപൊളിയാണ്. വിധം വഴങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. വെള്ളം വെട്ടി തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം കുറച്ചിട്ട് മീനിടാം. ശരിക്കും ചട്ടി ചുറ്റിക്കാൻ പാടുള്ളൂ മീൻ ഇട്ട് കഴിഞ്ഞാൽ, ഏത് മീൻ കറിയാണെങ്കിലും. അപ്പോൾ ഒന്ന് വേവാൻ സമയം കൊടുക്കുക. ഉപ്പ് ശകലം കുറവാണ്, നേരത്തെ കുറച്ചിട്ടുള്ളൂ. അപ്പം കുറച്ചുകൂടി ആഡ് ചെയ്യുന്നു. അതിൽ മല്ലിപ്പൊടി ഒന്നും ഇടില്ല, സിമ്പിളായിട്ട് വെക്കാൻ പറ്റുന്ന സാധനമാണ്. തിളപ്പിച്ചത്, വെള്ളത്തിൽ തിളപ്പിച്ചത്. നേരത്തെ മൂടി ശരിയായില്ല, അപ്പം ഇപ്പോഴത്തെ മൂടി ഒന്ന് മൂടി വെക്കാം. ഉപ്പ് നോക്കിയാണ്, ഉപ്പുണ്ട്. ഉപ്പുണ്ട്. വിനാഗിരിയുടെ കുറച്ച് കുറവുണ്ട്, കുറച്ച് വിനാഗിരി വേണമെങ്കിൽ ചേർക്കാം. ഇതിപ്പോൾ ഒരു 10-15 മിനിറ്റ് വെന്തിട്ടുണ്ട്. ഇത് ഓഫ് ചെയ്യാനാണ്. ഈ ചട്ടിയുടെ ചൂടിലിരുന്ന് കുറച്ചും കൂടി വെള്ളം പറ്റും. വെള്ളം കുറച്ച് ഞാൻ ഒഴിച്ചപ്പോൾ കുറച്ച് വെള്ളം കൂടുതലായിരുന്നു, അത് കുറച്ച് പറ്റി. വെള്ളം അത്രയും ഒഴിക്കണ്ട, കുറച്ചും കൂടി കുറച്ച് ഒഴിക്കുകയായിരുന്നെങ്കിൽ ഇതിൽ നല്ല ടേസ്റ്റ് കിട്ടിയേനെ. ഉപ്പും കറക്റ്റാണ്, ഇതെല്ലാം. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കളറ് നോക്കരുത്, കളറിലല്ല കാര്യം, ടേസ്റ്റിലാണ് കാര്യം. ഈ മെത്തേഡിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കുക എല്ലാവരും. ഇന്നത്തെ വീഡിയോ ഇതോടെ വൈൻഡപ്പ് ചെയ്യുന്നതാണ്. എല്ലാവരും കാണുക, പറ്റുമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലത്തെ വീഡിയോകളായിട്ടും അല്ലെങ്കിൽ ട്രാവലിംഗ് പരിപാടിയായിട്ടും എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഞാൻ ഇതുപോലെ വീഡിയോ ഇടുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം, ബൈ.